സ്വന്തമായി ചെറിയൊരു ഭൂമിയും വീടും മാത്രമുണ്ടായിരുന്ന അനുമോള് ഇന്ന് ടൗണിൽ വലിയ 25 സെന്റിന്റെ സ്ഥലം വാങ്ങുകയും അവിടെ ഇപ്പോൾ സ്വന്തം മുതലാളിയെ പോലെ നിൽക്കുന്ന ഒരു കാഴ്ച പ്രേക്ഷകർ കാണുകയാണ്. അനുമോൾ എന്ന ബിഗ് ബോസ് താരം ബിഗ് ബോസിന് ഉള്ളിൽ കയറിയതിനു ശേഷം വച്ചടി കയറ്റം ജീവിതത്തിൽ ഉണ്ടായ ഒരു താരം. 4 കാറുകൾ, ലക്ഷങ്ങളുടെ സമ്പാദ്യം, അങ്ങനെ പലതുമാണ് ഇന്ന് അനുമോളുടെ പക്കലുള്ളത് എന്ന് എടുത്തു പറയണം. പ്രേക്ഷകരെല്ലാവരും അത് എടുത്തു പറയുകയും സമ്മതിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നതാണ് സത്യം. 25 സെന്റ് സ്ഥലം സ്വന്തമായി ടൗണിൽ വാങ്ങണമെന്നത് അനുമോളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. പണ്ട് മുതലേ തന്നെ ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർന്നതുകൊണ്ട് തന്നെ പാവപ്പെട്ടവരായിട്ട് ജീവിക്കാൻ നന്നായി അനുമോൾക്ക് അറിയാം. അങ്ങനെ വയറിറുക്കിയും അതുപോലെ വലിയ ആർഭാടമൊന്നും കാണിക്കാതെയാണ് അനുമോൾ ഇത്രയും നാളും ജീവിച്ചത്. അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിൽ നേടിയതെല്ലാം തന്നെ അങ്ങനെയാണെന്ന് അനുമോൾ എടുത്തു പറയുന്നു. പ്രേക്ഷകരും അത് കേൾക്കുകയും സമ്മതിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് എന്നുകൂടി നമുക്ക് പറയാം. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി ഏറ്റെടുക്കുന്ന പോലെ തന്നെയാണ് വാർത്തയും കൂടുന്നത് എന്നുകൂടി നമ്മൾ പറയണം. പ്രേക്ഷകർക്ക് വളരെയധികം മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് എന്നുകൂടി കൂട്ടിച്ചേർക്കാം. പ്രേക്ഷകർക്ക് അത് നന്നായി മനസ്സിലാകുന്നതിനോടൊപ്പം തന്നെ ആരാധകരെല്ലാവരും വളരെയധികം സ്നേഹത്തോടെയാണ് ഇപ്പോൾ അനുമോളുടെ ഈ വാർത്തയെക്കുറിച്ച് കേൾക്കുകയും ചെയ്യുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ടൈറ്റിൽ വിന്നറാണ് അനുമോള്. അനുമോളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അടുപ്പമുള്ളവർ ആദ്യം പറയുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള പെൺകുട്ടിയാണ് അനു എന്നാണ്. പല പ്രോഗ്രാമുകളും അതുപോലെ തന്നെ സമയം ഏറ്റെടുത്തും നല്ല ഓടി നടന്നും പണം സമ്പാദിച്ച് വീട് നോക്കുന്ന പെൺകുട്ടിയാണെന്നാണ് പലപ്പോഴും സ്റ്റാർ മാജിക് തൊട്ട് തന്നെ അനുമോളെക്കുറിച്ച് എല്ലാവരും കേൾക്കുന്നത്. അനുമോളുടെ വീട് പണ്ടെല്ലാവരും പോയി കണ്ടത് എല്ലാവർക്കും അറിയാം. എന്നാൽ ബിഗ് ബോസിലേക്ക് എത്തിയതിന് ശേഷം തനി കയ്യിൽ കുറച്ച് പൈസകൾ വരുന്നു എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ തന്നെ വീടിന് വേണ്ടിയും വസ്തുവിന് വേണ്ടിയും അതുപോലെയുള്ള തൻ്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയുമുള്ള ഓട്ടത്തിൽ തന്നെ ആയിരുന്നു അനുമോൾ എന്നുകൂടി നമുക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കും. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഏറ്റെടുക്കുന്നതെന്നും നമുക്ക് പറയാൻ സാധിക്കും. ആരാധകരുടെ പ്രീതി വളരെയധികം ലഭിക്കുന്ന ഒരു താരം തന്നെയാണ് അനുമോള്. നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണത്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നത്. ഇനി കല്യാണം എന്ന സ്വപ്നമാണ്. കല്യാണമായാലും സ്വന്തം കാശിൽ നടത്തും. ആർഭാടമൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യ രീതിയിൽ തന്നെ നടക്കും. അതിന് എപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നുകൂടി പറയാം. അനുവിൻ്റെ അച്ഛൻ മുൻപൊരു സെക്കൻഡ് ഹാൻഡ് ഓൾട്ടോ കാർ ഉണ്ടായിരുന്നു. അനുമോൾ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപാണ് എല്ലാവരും നിർബന്ധിച്ചത് ഒരു ചെറിയ കിയാർ കാർ വാങ്ങിയത്. അങ്ങനെ കാർ വാങ്ങിയപ്പോൾ പഴയ ഓൾട്ടോ വിറ്റില്ല, അതുകൂടെ തന്നെ വെച്ചു. ബിഗ് ബോസിന് ശേഷം അനു കാറുകളുടെ എണ്ണം കൂട്ടി. അങ്ങനെ 4 കാറുകളാണ് അനുമോൾ പറയുന്നത്. ഇതൊക്കെയെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല എന്നാണ് അനു പറയുന്നത്. കാറുകൾക്ക് പുറമെ ബിഗ് ബോസിൽ നിന്ന് വേറെ എന്ത് കിട്ടിയെന്ന ചോദ്യത്തിൽ സിറ്റിയിൽ തന്നെ കുറച്ച് സ്ഥലം വാങ്ങിക്കണമെന്നത് ആഗ്രഹമായിരുന്നു. ബിഗ് ബോസിൽ നിന്ന് വന്നപ്പോൾ അതിൽ വന്ന വരുമാനവും ക്യാഷ് മണിയും ഒക്കെ സിറ്റിയിൽ തന്നെ 25 സ്ഥലം വാങ്ങാൻ സഹായിച്ചു. അങ്ങനെ തിരുവനന്തപുരം സിറ്റിയിലും ഞങ്ങൾ ടൗണിലുമായിട്ട് തന്നെ നല്ല സ്ഥലമുണ്ട്. കുറച്ച് സ്വർണം വാങ്ങി, സേവിങ്സ് എന്നതുപോലെ ബാങ്കിൽ വെച്ചു. അച്ഛന് മോതിരം വാങ്ങിക്കൊടുത്തു, അമ്മയ്ക്ക് മാല വാങ്ങി, ചേച്ചിക്ക് വില കൂടിയ ഒരു ഫോണും വാങ്ങിക്കൊടുത്തു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. തന്നെ കൊണ്ടാവുന്നത് പോലെ എല്ലാം ചെയ്തു എന്നാണ് പറയുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.